ഇന്ത്യയിൽ വിദ്യാഭ്യാസം ഇപ്പോൾ കുട്ടികളുടെ മികച്ച ഭാവി നിർമ്മിക്കാനുള്ള സംവിധാനമാണോ അതോ ഒരു പരീക്ഷണശാലയാണോ എന്ന ചോദ്യം പലപ്പോഴും തോന്നാറുണ്ട്. ഒപ്പം ഇന്ത്യയിലെ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ കാഴ്ചപ്പാടുകളും കുട്ടികളുടെ വളർച്ചയെ ഏറ്റവും കൂടുതൽ മോശമായി ബാധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വിചാരിക്കുക ഫോൺ, സോഷ്യൽ മീഡിയ, ഡ്രഗ് അഡിക്ഷൻ അല്ലെങ്കിൽ അശ്ലീല കണ്ടന്റുകൾ അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ അല്ല, നമ്മുടെ രാജ്യത്ത് ചില വിദ്യാഭ്യാസ മന്ത്രിമാരുടെ ഏറ്റവും വലിയ പ്രശ്നം ചില നഴ്സറി ഗാനങ്ങൾ വരെയാണ്. അതെ, ജോണി ജോണി എസ് പപ്പ എന്ന പോയം നുണ പറയാൻ പഠിപ്പിക്കുകയാണ്. ഈറ്റിംഗ് ഷുഗർ എന്ന് ചോദിച്ചപ്പോൾ നോ പപ്പ എന്ന് പറഞ്ഞില്ലേ? മാതാപിതാക്കളുടെ മുമ്പിൽ പോലും നുണ പറയാൻ പാടുണ്ടോ? അത്തരത്തിലൊരു കൾച്ചറല്ലേ ആ പാട്ട് പഠിപ്പിച്ചു വെക്കുന്നത്? അതെന്തൊരു മോശമായിട്ടുള്ള മോറൽ സ്റ്റഡീസ് ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അത് മാത്രമല്ല, റെയിൻ റെയിൻ ഗോ എവേ എന്ന് കൊച്ചു കുട്ടികൾ പാടുന്നത് ഒരു കാർഷിക രാജ്യത്ത് മഴയോട് പോടാ എന്ന് പറയുന്ന പോലെയല്ലേ എന്നെല്ലാം രാജ്യത്തിന്റെ വിദ്യാഭ്യാസ ഉത്തരവാദിത്തമുള്ളവർ ചോദിക്കുന്നു. UPയുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി യോഗേന്ദ്ര ഉപാധ്യായ കാൺപൂരിലെ പ്രസംഗത്തിൽ പറഞ്ഞതാണിത്. ഇവിടെ കുട്ടികൾ ഡിപ്രഷൻ കാരണം തകർന്നാലും കുഴപ്പമില്ല, എക്സാം പ്രഷർ കൊണ്ട് ആത്മഹത്യ ചെയ്താലും കുഴപ്പമില്ല, കോച്ചിങ് മാഫിയകളുടെ കയ്യിൽ കുട്ടികളുടെ ബാല്യം വിഴുങ്ങിയാലും കുഴപ്പമില്ല. പക്ഷേ നഴ്സറി റൈംസ് പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ സംസ്കാരത്തെ തകർക്കരുത്. അതേസമയം കോച്ചിങ് സെന്റർ വരെ ഉണ്ടായിരുന്ന ബീഹാറിലെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള മിഥിലേഷ് തിവാരി ചോദിക്കുന്നത് പെൺകുട്ടികൾ എന്തിനു പഠിക്കണമെന്നാണ്. എന്തിനാണ് അവർക്ക് വിദ്യാഭ്യാസം? അവർ വീട്ടിലിരിക്കണം. മോഡി അങ്ങനെ നാരീശക്തി മണ്ഡലുമായി ഇങ്ങനെ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ എന്തിനാണ് പെൺകുട്ടികൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കേണ്ട കാര്യമെന്നാണ് അദ്ദേഹം ചോദിച്ചു വെക്കുന്നത്. ഇത്രയും വർഷം ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നെല്ലാം പറയുകയും നാരീശക്തി ബില്ല് പാസ്സാക്കാത്തത് കൊണ്ട് കരയുന്ന പ്രധാനമന്ത്രിയുള്ള രാജ്യത്താണ് വർഷങ്ങളോളം മുന്നോട്ട് വരാനാകാതെ പകച്ചു നിന്ന ഒരു ജെൻഡർ തിരിച്ചുവരവിലേക്ക് ശ്രമിക്കുമ്പോഴുള്ള ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നേതാക്കളിൽ നിന്നുണ്ടാകുന്നത്. ആ രാജ്യത്ത് ഇന്നും കുട്ടികളുടെ വിദ്യാഭ്യാസം ചോദ്യം ചെയ്യപ്പെടുന്നത് തന്നെയാണ്. ഇത്തരത്തിലുള്ള മന്ത്രിമാരുള്ള നാട്ടിലാണ് നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. ക്രിമിനൽ പരിശോധനയ്ക്ക് എന്നതുപോലെയുള്ള കഠിനമായ ചെക്കിങ്ങുകളെല്ലാം നടത്തി തീവ്രവാദികൾ എന്ന പോലെ ട്രീറ്റ് ചെയ്യപ്പെട്ടാണ് അവർ എക്സാം ഹാളിൽ എത്തുന്നത്. അത്രമാത്രം സുരക്ഷയാണ് അവർക്ക് ആ സമയമെല്ലാം കാണിക്കുന്നത്. മാസങ്ങളോളവും വർഷങ്ങളോളവുമുള്ള പരിശീലനത്തിന് ശേഷമാണ് കുട്ടികൾ പരീക്ഷാ ഹാളിലെത്തുന്നത്. എന്നിട്ടും അവരുടെ ഭാവി തീരുമാനിക്കുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ ലീക്കാകുന്നു, എക്സാം ക്യാൻസൽ ആകുന്നു, വീണ്ടും ഒരു അൺസർട്ടനിറ്റി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. പഠിക്കാൻ വേണ്ടിയാണോ കുട്ടികൾ ജീവിക്കുന്നത് അതോ പഠന സംവിധാനത്തെ സർവൈവ് ചെയ്യാനാണോ കുട്ടികൾ ജീവിക്കുന്നതെന്ന് തോന്നുന്ന ഒരു സമയമാണിത്. നഴ്സറി ഗാനത്തിലെ മൂല്യച്യുതികളെ കുറിച്ചും പെൺകുട്ടികൾ എന്തിന് സ്കൂളിൽ പോകണമെന്നെല്ലാം ആവലാതിപ്പെടുന്ന സമയത്താണ് നീറ്റ് പരീക്ഷ പോലൊരു വലിയ പരീക്ഷാ സംവിധാനത്തിലെ ചോദ്യപേപ്പർ ചോർച്ച പോലെയുള്ള അപകടകരമായ പ്രവണതകളെ എങ്ങനെ പരിഹരിക്കാമെന്ന് ഇവർ ചിന്തിക്കാതിരിക്കുന്നത്. അത്തരത്തിൽ അവർ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു.